ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ശ്രീകുമാർ. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എത്ര പ്രധാനപ്പെട്ടതാണ് SITയുടെ ഈ നീക്കം, ഈ അറസ്റ്റ്? വിജയകുമാർ, ഇന്നിപ്പോൾ രാവിലെയാണ് ഇദ്ദേഹത്തെ, അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള ശ്രീകുമാറിനെ തിരുവനന്തപുരത്തെ ഇഞ്ചിക്കൽ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ശബരിമല സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തത് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്താണ്. പക്ഷേ ഇത് ഇളക്കി കൊണ്ടുപോയത് ഈ ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്താണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനും അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. നേരത്തെ തന്നെ നമുക്കറിയാം ജയശ്രീയും അതുപോലെ തന്നെ ഈ ശ്രീകുമാറും ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. തുടർന്നാണ് ശ്രീകുമാറിനെ ഈ SIT സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരു അറസ്റ്റ് കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് SIT പോകുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പമൊന്ന് അറസ്റ്റ് ഉള്ള നടപടികൾ അടക്കമുള്ളതിൽ അല്പമൊന്ന് മൗനം പാലിച്ചെങ്കിലും അതിനുശേഷം ഇപ്പോൾ SIT തുടർ നടപടികളിലേക്ക് പോകുന്നു. ഇനി ജയശ്രീയെ കൂടി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ജയശ്രീയെയും വിളിച്ചു വരുത്തും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. വിജയകുമാർ. റിനു, ഇപ്പോൾ ഈ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുകയാണോ? തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കോടതിയിൽ എപ്പോൾ ഹാജരാക്കും? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? നിലവിൽ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. തുടർന്നാണ് ഇയാളെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. കൊല്ലം കോടതിയിലാവാനാണ് സാധ്യത എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് തുടരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യം നിലവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്വാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ കൂടി SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ജയശ്രീയെ വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും. നിലവിൽ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെയും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി നോക്കി അറിയേണ്ടത്. 2019 കാലത്ത് സന്നിധാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. സ്വർണ്ണപ്പാളി കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്, ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.